ഹലോ, ഡേ 2 ഓഫ് ഫോർ ക്യാമ്പിങ്. ഇന്ന് കാലത്ത് ഞാൻ എണീറ്റ് പല്ല് തേച്ച് ഞാൻ നേരെ ഈ റിവറിൻ്റെ അടുത്തേക്ക് വന്നതാണ്. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പിങ്ങിൻ്റെ തൊട്ട് സൈഡിലുള്ള റിവർ. ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കുളിക്കും. കാലത്ത് ഇവിടെ അടുത്തൊരു ഓൾഡ് ടൗൺ ഉണ്ട്, അപ്പോൾ അത് കാണാൻ പോകണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ അങ്ങോട്ട് പോകും, ടൗൺ സെൻറ്റർ കാണാൻ. ഞങ്ങളുടെ ക്യാമ്പിങ്ങിൻ്റെ അടുത്തുള്ളൊരു ടൗൺ കാണാൻ വേണ്ടി വന്നാൽ ലാറോക്ക് എന്നും പറഞ്ഞുകൊണ്ട്. ഇത് അടിപൊളി നല്ല ഭംഗിയുള്ളൊരു ടൗണാണ്. ഇതിൻ്റെ പുറകിൽ കയാക്കിങ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ലേക്ക് ഉണ്ട് ഇവിടെ കയാക്കിങ്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ബീച്ച് പോലെ ഉണ്ട്, ആളുകൾക്ക് ഇവിടെ കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്. ഇത് ഭയങ്കര ആഴം കുറവുള്ളൊരു റിവറാണ്, അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇറങ്ങാനായിട്ട് പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ ഇതാണ് ലാറോക്ക് ടൗൺ. ഇത് ഭയങ്കര ഒരു പഴയ ടൗണാണ്. ആ പഴയ രീതിക്ക് തന്നെയാണ് അവരെല്ലാ കാര്യങ്ങളും, ബിൽഡിംഗ് ഒക്കെ ആണെങ്കിലും നിലനിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് ടൗൺ. നമ്മളതിൻ്റെ അകത്തേക്ക് പോവാണ്. ഇതുണ്ടല്ലേ ചെറിയൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു കയാക്കിംഗ് ആണ് ഇവിടെ. ഇതിപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റിയതാണ്. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു ചെക്ക് ഡാം പോലെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അടിയിലേക്ക് തെന്നി ഇറങ്ങി പോവാം. ആളുകളതേ കയാക്കിങ് ചെയ്ത് ആ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ മലകളും അതുപോലെ തന്നെ റിവറും. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നല്ല പഴയ ബിൽഡിങ്ങുകൾ, ഒരു പഴമയുള്ളൊരു ടൗണാണ്. നമ്മളത് ഈ ടൗണിൻ്റെ ഹിസ്റ്റോറിക് സെൻറ്ററിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വഴികളൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ ഒരു കെട്ടിടത്തിൻ്റെ അകത്ത് കൂടി ചെറിയൊരു തുരങ്കം പോലത്തെ വഴികളൊക്കെയാണ്. ഇത് കൂടി കയറി കഴിഞ്ഞാൽ പല പല വീട്ടിലേക്കുള്ള വഴികളൊക്കെ ആയിരിക്കും. ഓരോ സ്ട്രീറ്റുകളൊക്കെ ഇങ്ങനെയാണ് ഇവിടെ. ഇത് പഴയ ടൗൺ ആയത് കാരണം പഴയ രീതിക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിലനിർത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ കാണുന്ന പോലത്തെ ചെറിയ വഴികൾ. ഒരു നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് വീടിന്, ഉണ്ടാവും 1, 4 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവിടെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് വഴികളൊക്കെ. ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമായത് കാരണം തന്നെ അവർ ആ രീതിക്ക് തന്നെ ഭംഗിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു സ്ഥലമായത് കാരണം അവരതുപോലെ തന്നെ ക്ലീനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇതുപോലത്തെ വഴിയിലൊക്കെ കൂടി നടക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലാണ്. ആളുകളൊന്നും അധികം ഇല്ലാത്ത ചെറിയ ടൗണിലൂടെ ഇങ്ങനെ നടക്കണം. ഇവിടെ കൂടി ഒരു വഴിയുണ്ട് കേട്ടോ, കണ്ടില്ലേ, മുകളിലേക്ക് പോകാനുള്ള വഴി. വീടാണത്, അതൊരു വീടാണ്. എന്തൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ. ഹിസ്റ്റോറിക് സെൻറ്ററിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. ഇവിടെ എന്തെല്ലാം നോക്കാം. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ ടൗണിലും ഒരു പള്ളി ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ പള്ളി ഭയങ്കര പഴയ പള്ളിയാണ്, കാരണം ഈ പണ്ട് ടൗണുള്ള സമയത്തുള്ള പള്ളിയാണ്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ട് നോക്കാം. പിന്നെ അതുപോലെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, ഹിസ്റ്റോറിക് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോവാം. അല്ല, ഇത് പഴയൊരു കൊട്ടാരത്തിൻ്റെ ഭാഗമാണ്. കൊട്ടാരം അല്ല, ഒരു കാസിൻ്റെ ഭാഗമാണ്. അവിടെ പള്ളിമണി, അതാണ് പള്ളിയപ്പോൾ. അപ്പോൾ നീ ഈ വഴി കയറി പോവാം. ഇവിടുത്തെ പ്രത്യേകത ഉണ്ടല്ലോ, എല്ലാം കരിങ്കല്ല് കൊണ്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കരിങ്കല്ലും പിന്നെന്തോ സിമെൻറ്റാണെന്ന് തോന്നുന്നു. തേച്ചിട്ടൊന്നുമില്ല, എല്ലാം ആ ഒരു റസ്റ്റിക് സ്റ്റൈലിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ ഭംഗി. ഇതൊക്കെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞാൽ ഒരു പുതിയ രീതിയിലൊന്നും പണിതിട്ടില്ല. കേടുപാടുകളൊക്കെ പറ്റുകയാണെങ്കിൽ തന്നെ അത് പഴയ രീതിയിൽ തന്നെ ആയിരിക്കും അവരത് പണിതിരിക്കുക. ലാറോക്ക് എന്നത് വളരെ ചെറിയൊരു ടൗണാണ്. ഏകദേശം 1300ഓളം ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ടൗൺ. ഫ്രാൻസിലെ ഒക്സിറ്റാനി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. ടൂറിസ്റ്റ് സീസണിൽ ആക്റ്റീവ് ആകുന്ന ഒരു ടൗൺ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൃഷിയും ടൂറിസവും ഒക്കെയാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം. ഇവിടെ താമസിക്കുന്ന എല്ലാ ആളുകൾക്കുള്ള ജോലിയൊന്നും ഈ പ്രദേശത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വളരെ കൂടുതലാണ്. നമ്മൾ ഈ പട്ടണത്തിലൂടെ നടക്കുമ്പോൾ ഒരുപാട് വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ജോലി സാധ്യതകൾ കുറവായതുകൊണ്ട് തന്നെ വലിയ വലിയ പട്ടണങ്ങളിലേക്ക് ചെറുപ്പക്കാർ കുടിയേറുന്നതാണ് അതിൻ്റെ കാരണം. ഈ കാണുന്നത് പണ്ടത്തെ ഒരു സിൽക്ക് ഫാക്ടറി ആയിരുന്നു 1800കളിലുള്ള. ഇപ്പോൾ അവരത് അപ്പാർട്ട്മെൻറ്റുകളാക്കി മാറ്റിയിട്ടുണ്ട്. പണ്ടത്തെ മെയിൻ ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ഇവിടുത്തെ വരുമാനം. ഈ ടൗണിൻ്റെ മെയിൻ വരുമാനം തന്നുകൊണ്ടിരുന്നൊരു സംഭവമായിരുന്നു.
സിൽക്ക് ഫാക്ടറി. ഇവിടെ നിന്ന് നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ പള്ളി, നമ്മളിഞ്ഞ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നല്ല എനിക്കിഷ്ടപ്പെട്ട ഈ സ്ഥലം. ശാന്തമായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ, വെക്കേഷനൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ശാന്തമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം. കുളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, സൈക്ലിങ്ങിനുള്ള സ്ഥലങ്ങളുണ്ട്. സൈക്ലിംഗ് മീൻസ് നമ്മുടെ മൗണ്ടെയിൻ ബൈക്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് മലകളൊക്കെ കയറാം. പിന്നെ അതുപോലെ തന്നെ കുളിക്കാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, പിന്നെ നടക്കാൻ ഹൈക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റീസുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യാമ്പിങ്ങിൽ എല്ലാത്തിൻ്റെയും ബ്രൗഷർ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചിരുന്നത്. ഇവിടുത്തെ ടൂറിസം എന്ന് പറയുന്നത് അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ല. ഇവരെല്ലാം വെൽ പ്ലാൻഡായിട്ട് ഓരോ ആളുകൾക്ക് എവിടെയൊക്കെയാണ് പോകേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ സ്ഥലങ്ങളിലും എത്ര കിലോമീറ്ററാണ് ഓരോ റൂട്ട്. ഇപ്പോൾ 11 കിലോമീറ്റർ, അതിൻ്റെ ഹൈറ്റ് എത്രയാണ്, കയറ്റമാണോ ഇറക്കമാണോ, അവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, പോണ വഴിക്ക് ടോയ്ലറ്റ് ഉണ്ടോ, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ടോ എന്നെല്ലാം ആ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് ഈ കവാടം കടന്നകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ഗുഹകളാണ്. ഇവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കൂടി പോകുമ്പോൾ പണ്ടത്തെ ഏതോ സ്ഥലത്ത് ചെന്ന പോലത്തെ ഫീലല്ലേ. ഇവിടെ സ്ട്രീറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം ഇവിടെ ഫെസ്റ്റിവൽ ആണല്ലോ. ഇന്നും ഫെസ്റ്റിവലാണ്. അല്ല, മിഞ്ഞാന്ന് ഇന്നലെ ഇന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ രാത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ വെടിക്കെട്ടൊക്കെ ഉണ്ടാവും. ഇന്നലെ രാത്രി പാട്ട് പരിപാടിയൊക്കെ ഉണ്ടാവും, DJ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ എന്തോ കാണാം. പറയാൻ പോകില്ല. നമുക്കിവിടെ വന്നിട്ട് അപ്പം ഇവിടെ നോക്കിയാൽ വില്ലേജ് കാണാം. അടിപൊളി വ്യൂ കേട്ടോ, നല്ല അടിപൊളി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോട്ട നഗരമെന്ന് വിളിക്കാട്ടോ ഇതിന്. കാരണം ഇതുണ്ട്, കോട്ടയുടെ മതിലുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്ന വലിയ മതിൽ ഇതിൻ്റെ ബൗണ്ടറിയാണ്. പണ്ട് നമുക്കറിയാമല്ലോ, എല്ലാം നാട്ടുരാജ്യങ്ങളായിരിക്കും. അപ്പോൾ ഇവിടുത്തെ രാജാവ് അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരിയുടെ കീഴിലായിരിക്കും ഈ പ്രദേശം, ഈ കാണുന്ന ടൗണ്. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ പുറത്തേക്കൊക്കെ ഈ ടൗണ് വളർന്നിരിക്കുന്നത്. ആദ്യം ഈ മതിലിൻ്റെ ഉള്ളിലായിരുന്നിരിക്കാം ഈ ടൗൺ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പുറത്തു നിന്നുള്ള ആളുകളിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരിക്കും അവരിങ്ങനെ കോട്ട പോലെ പണിതിരിക്കുന്നത്. ഇതുപോലത്തെ ഇഷ്ടംപോലെ വില്ലേജുകൾ ഫ്രാൻസിലുണ്ട്. ഇതിവിടെ മുന്തിരിപ്പന്തൽ, ഇഷ്ടംപോലെ ഇതുപോലത്തെ വില്ലേജ് ഫ്രാൻസിലുണ്ട്. ഈ കോട്ട, അതുപോലെ തന്നെ കോട്ട നഗരം എന്നൊക്കെ വിളിക്കാൻ പറ്റിയ ടൈപ്പുള്ള പണ്ടത്തെ വർഷങ്ങളോളം പഴക്കമുള്ള ബിൽഡിങ്ങുകൾ, സിറ്റികൾ, ടൗണുകൾ, വില്ലേജുകൾ ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ലാറോക്ക് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് തിരിച്ചു പോവുകയാണ്. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ക്യാമ്പിങ്. ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കും. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ക്യാമ്പിങ്ങിൻ്റെ പുറകിലുള്ള റിവർ. അപ്പം ഞങ്ങൾ ക്യാമ്പിങ്ങിൽ വന്ന് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കഴിച്ച് ഇനി നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ സമ്മർ ടൈമിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ബാക്കി കാണുന്ന സൈഡിൽ ഇച്ചിരി സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ വണ്ടി പാർക്ക് ചെയ്തു. നമുക്ക് ശരിക്കും പോകേണ്ടത് ഇവിടെയല്ല, ഒരു 200-300 മീറ്റർ ഫ്രണ്ടിലേക്ക് പോകണം. പക്ഷെ പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാരണം നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് നടക്കാനായിട്ടാണ് പ്ലാൻ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പോണ്ട് ഡു സാന്റ്-എത്തിയൻ നിസൻസാക്ക് എന്ന് പറഞ്ഞൊരു പാലത്തിലാണ്. ഈ അടിയിൽ കൂടി ഒഴുകുന്ന റിവറാണ് എറോ. ഈ സെയിം റിവറാണ് നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ പുറകിൽ കൂടി ഒഴുകുന്നത്. ഈ പാലത്തിൻ്റെ മുകളിലാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ നിന്നിരുന്നത്. അധികം ആളുകൾ വരാത്ത തിരക്കില്ലാത്തൊരു ഏരിയ ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ പുഴയിലൊക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു.
അപ്പോൾ ഇതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വില്ലേജിൽ ഫെസ്റ്റിവലാണ്. അപ്പോൾ അതും കൂടി കാണാനല്ലോ എന്ന് വിചാരിച്ച് പോവുക. അവിടെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാവും, അപ്പോൾ അത് കഴിക്കാം, അതിന് പോവുക. ഞങ്ങൾ റിവർ വ്യൂ ഉള്ളൊരു റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. എന്നാൽ പിന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ രാത്രി വെടിക്കെട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ വെടിക്കെട്ട് ശരിക്കും കാണാം. ഞങ്ങൾ 8 മണിക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയാണ്. കഴിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ 11 മണി. തളർന്ന് ഇനി പോയി ക്യാമ്പിങ്ങിൽ പോയി കിടക്കണം. നാളെ കാലത്ത് കാണാം.